കേരളത്തിൽ ഏറ്റവും മോശമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുടെ അടുത്താണ് ഞാനിപ്പോൾ ആയിരിക്കുക. ഈ കുടുംബങ്ങളിലെ ഏറ്റവും ഇളയ കുഞ്ഞ്, മുഖ്യമന്ത്രിയുടെ ഭാഷ കടമെടുക്കുകയാണെങ്കിൽ, കേരളത്തിൻ്റെ വികസനത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ഒരു വലിയ കൊള്ളസംഘത്തിൻ്റെ ഏറ്റവും പുതിയ തലമുറയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എത്രമാത്രം നിരുത്തരവാദിത്തപരമായിട്ടാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്ന, യാഥാർത്ഥ്യബോധത്തോടുകൂടെ സമരം ചെയ്യുന്ന ഒരു പറ്റം മത്സ്യത്തൊഴിലാളികളോട് നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തെ മോശമായി ചിത്രീകരിക്കുന്നത്. ഞാൻ ഇന്നിവിടെ വന്ന് കണ്ടു. ഞങ്ങൾ KCBCയിലെ വിവിധ കമ്മീഷൻ സെക്രട്ടറിമാരായ അച്ഛന്മാർ ഇന്നിവിടെ ഈ ഗോഡൗണിൽ വന്ന് കണ്ടു. ഇത് സിമൻറ്റ് ഗോഡൗണാണ്. 150ഓളം വർഷം പഴക്കമുള്ള ഗോഡൗണാണ്. ചോർന്നൊലിക്കുന്ന ഈ ഗോഡൗണിൽ ഏതാണ്ട് 60ലധികം കുടുംബങ്ങളാണ് ഞെരുങ്ങി താമസിക്കുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങൾ, വിവിധങ്ങളായ രോഗങ്ങൾ വന്നിട്ടുള്ള മാതാപിതാക്കൾ, ഇവിടുത്തെ സിമൻറ്റിൻ്റെ പൊടിയടിച്ചിട്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വന്നവർ, ഇങ്ങനെ വിവിധങ്ങളായ രോഗങ്ങളാവും ബുദ്ധിമുട്ടുകളും കൊണ്ട് ക്ലേശം അനുഭവിക്കുന്ന ആളുകൾ 7 വർഷത്തോളമായിട്ട് ഇവിടെ താമസിക്കുന്നു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഓഖി ദുരന്തത്തിൻ്റെ സമയം മുതൽ താമസിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ഇൻഹ്യൂമനായിട്ടാണ് ഈ സാംസ്കാരിക ഉന്നമതിയിലുള്ള മലയാള സമൂഹം ഈ ഒരു വിഭാഗത്തെ കാണുന്നത്. ഇവരുടെ വേദനകളിലേക്ക് കണ്ണു നോക്കുവാനോ കാത് തിരിക്കുവാനോ സാധിക്കാത്ത വണ്ണം അടഞ്ഞുപോയ, ഹൃദയം മരവിച്ചു പോയ ഒരു വിഭാഗം ആളുകളാണോ ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് ശങ്കിച്ചു പോവുകയാണ്. അത്രമാത്രം വേദന നമുക്ക് ഉളവാക്കുന്ന രീതിയിലാണ് ഈ സാധാരണക്കാരായ ആളുകൾ ഇവിടെ താമസിക്കുന്നത്. കേരള ഗവൺമെൻറ്റിനോട് ഒരു കാര്യമേ പറയാനുള്ളൂ. വിഴിഞ്ഞത്ത് സമരം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളെല്ലാവരും ആവശ്യപ്പെടുന്നത് താൽക്കാലികമായിട്ടെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് യാഥാർത്ഥ്യബോധത്തോടുകൂടെ പ്രതികരിക്കണമെന്നാണ്. ഞാൻ ഈ കടൽത്തീരം വന്ന് കണ്ടു. വീടുകൾ ഇടിഞ്ഞു പോയ സ്ഥലം കണ്ടു. മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നത് ഞാൻ കണ്ടു. എന്തുമാത്രം ഹൃദയഭേദകമാണ് ഈ കാഴ്ചകളെന്ന് ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ, ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാർ ഈ സ്ഥലം വന്ന് കാണണം. വന്ന് കണ്ടതിന് ശേഷം മാത്രം പ്രതികരിക്കണം. ഇവിടെ താമസിക്കുന്ന ആളുകളോട് നേരിട്ട് സംവദിക്കണം. അവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കണം. നേരെ കണ്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഇവർ പറയുന്നത് യാഥാർത്ഥ്യബോധത്തോടു കൂടെയാണെന്നും ഇവർ പറയുന്നത് ശരിയാണ് എന്നും പൊതുസമൂഹത്തിന് മനസ്സിലാകുകയുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ സാമാന്യ ജനങ്ങളോട് എല്ലാവരോടും ഞങ്ങൾ അപേക്ഷിക്കുന്നത് ഈ സമരത്തെ ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് കാണാതെ ഈ സമരത്തിന് മുൻപന്തിയിൽ നിൽക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ വികാരങ്ങളെയും അവരുന്നയിക്കുന്ന ആവശ്യങ്ങളെയും യാഥാർത്ഥ്യബോധത്തോടുകൂടെ കണ്ട് പ്രതികരിക്കണം. അല്ലാതെ അവരെ വികസന വിരോധികളെന്നോ കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സപ്പെടുന്നവരെന്നോ ചിത്രീകരിച്ച് അവമതിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ കുഞ്ഞെൻ്റെ കയ്യിലിരിക്കുന്നു. 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. അതിവിടെ ജനിച്ച കുഞ്ഞാണ്. ഈ കുഞ്ഞ് ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിലാണോ ജനിക്കേണ്ടത്? ഉണ്ണീശോയെ ഞാൻ ഓർക്കുകയാണ്. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയ്ക്ക് സമമാണ് ഈ കുഞ്ഞിൻ്റെ അവസ്ഥ. കാലിത്തൊഴുത്തിൽ പിറന്നതുപോലെ തന്നെയാണ് ഈ കുഞ്ഞിവിടെ ജനിച്ചു വീഴുന്നത്. അങ്ങനെ ജനിക്കേണ്ട ഒരു കുഞ്ഞാണോ ഇത്? ഇവിടെ കേരളം ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയാണോ കുഞ്ഞുങ്ങൾ കേരളത്തിൽ ജനിക്കേണ്ടതും ജീവിക്കേണ്ടതെന്നും ഇവിടുത്തെ സാമാന്യം വിദ്യാഭ്യാസമുള്ള, സാംസ്കാരികമായി ഔന്നത്യമുണ്ടെന്ന് അഭിമാനിക്കുന്ന മലയാളി സമൂഹം ചിന്തിക്കണമെന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്.